ഹലോ നമസ്കാരം, ഞാൻ സജന റിജി. സജനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളൊക്കെ ആയി വീഡിയോകൾ റെഗുലറായിട്ട് ഇടുന്നില്ല. അപ്പം ഇപ്പോൾ അതിന് കാരണമെന്ന് എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ 3 പേരും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം പ്രീ മോഡലും മോഡലും ഒക്കെ തുടങ്ങാൻ സമയമായി. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇനി കുറച്ച് ദിവസത്തേന് വീഡിയോകളൊന്നും കാണത്തില്ല കേട്ടോ. അപ്പം ഇടവിട്ടൊക്കെ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ 3 പേർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാവരുടെയും വീടുകളിൽ വിറകടുപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം വിറകടുപ്പിൽ നമ്മൾ പാത്രം വെക്കുമ്പോൾ കരി പിടിക്കാറുണ്ട്. ആ കരി നമുക്ക് വളരെ വേഗത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ കരി പിടിച്ച പാത്രം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ചാർക്കോളാണ്, അതായത് കരിക്കട്ട. നമ്മൾ അടുപ്പിലാണെങ്കിൽ വിറക് വെച്ച് കിട്ടുന്ന കരിക്കട്ടയാണിത് കേട്ടോ. അപ്പം ഈ കരിക്കട്ട ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ പാത്രം ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാർക്കോളാണെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കരിക്കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് വേണ്ടി ഈ ഒരു കല്ല് വെച്ച്, അതായത് നമ്മൾ ഇടികല്ലാണ്, അത് വെച്ച് നമുക്കൊന്ന് ഇടിച്ച് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഇത്രയും പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് നല്ല പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ. നമ്മൾ ആ ചാർക്കോളാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പൊടിയെ, നമ്മളിത് പൊടിച്ചിട്ട് അരിച്ചെടുത്തതാണ്. നമ്മളിനിയും നമുക്ക് ഈ പൊടിയാണെങ്കിൽ നമുക്ക് ഒരു ഡബ്ബയിലൊക്കെ ഇങ്ങനെ ധാരാളം പൊടിച്ച് വെച്ച് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇനിയും ഇതിലേക്ക് ഒഴിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിക്കാം. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഏതെങ്കിലും നമ്മുടെ ലിക്വിഡ് സോപ്പ്, ഡിഷ് വാഷോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിതിനകത്ത് ഒരു ഇത്രയും ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂണ് സോഡാപ്പൊടി. പിന്നെ അതിന് ശേഷം നമ്മളാണെങ്കിൽ ഒരു നാരങ്ങ, ഒരു ചെറിയൊരു നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇത് വാടിയ നാരങ്ങയാണ്. ഈ നാരങ്ങയുടെ ഒഴിച്ചു കൊടുക്കുകയാണ്, നാരങ്ങയുടെ നീര്. പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ടോ? അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. നല്ല പതഞ്ഞ് പൊങ്ങി വിനാഗിരിയും അതായത് നമ്മുടെ ഡിഷ് വാഷും സോഡാപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ ഇത് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയിരുന്നേ. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിനി നമുക്ക് ഏത് പാത്രമാണോ കരി പിടിച്ചിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അടുപ്പിൽ വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഇത്, കരി പിടിച്ച ഒരു പാത്രമാണിത്. അപ്പം ഈ കരി പിടിച്ച പാത്രം നമ്മൾ കുളിക്കാനായിട്ട് ചൂടുവെള്ളം വെക്കുന്ന ഒരു പാത്രമാണ്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇത് ഞാൻ ഇത്തിരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തേച്ച് സൈഡ് ആദ്യം കഴിക്കാം. ഓക്കെ, ഇനി ബാക്കിയൂടെ ഞാൻ തേച്ച് കാണിക്കാം. നല്ലതായിട്ട് തേച്ച് കൊടുത്താൽ മതി. കരിപ്പിച്ച് പാത്രമൊക്കെ വളരെ നോർമലായിട്ട് ഇവിടെ കൂടാണ്.
ഇത് തേച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നോക്കിയേ, നമ്മുടെ ഞാൻ ഈ ചുവടുവശം ആദ്യം തേക്കാഞ്ഞ് എന്ന് വെച്ചാൽ കിഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചുവടുവശം ആദ്യം തേക്കാഞ്ഞ് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം കണ്ട നമ്മുടെ പാത്രമാണോ ഇപ്പോൾ ഈ കാണുന്നത്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കരിയെല്ലാം പോയി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വിഷമിക്കുന്ന വീട്ടമ്മമാരായിരിക്കും, അതായത് കരി കളയാൻ വിഷമിക്കുന്ന വീട്ടമ്മമാരായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ 100% ഇത് വിജയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതാരും ട്രൈ ചെയ്യാൻ മറക്കരുതേ.